السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹവും കാരുണ്യവും കൊണ്ട് നമ്മൾക്കെല്ലാവർക്കും ഇന്ന് ഈദുൽ അദ്ഹ ബലി പെരുന്നാൾ ആഘോഷിക്കാനുള്ള സന്ദർഭവും സൗഭാഗ്യവും ലഭിച്ചിരിക്കുകയാണ്. ഈ അനുഗ്രഹത്തിന് മനസ്സറിഞ്ഞ് നമ്മളെല്ലാവരും അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുക. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് രണ്ട് ഈദുകളും രണ്ട് പെരുന്നാളുകളും. ധാരാളം മതസമൂഹങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ മതവിഭാഗങ്ങൾക്കൊക്കെ ധാരാളം ആഘോഷങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. രാവുകൾക്കും വാവുകൾക്കുമൊക്കെ ആഘോഷങ്ങളുള്ളവരുണ്ട്. പലതരത്തിലുള്ള ആഘോഷ രീതികൾ, പല രീതികളിൽ ആഘോഷിക്കുന്ന വിഭാഗങ്ങളുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ച് ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരാശയം, രണ്ട് ആഘോഷമേ ഈദേ മുസ്ലിങ്ങൾക്കുള്ളൂ, രണ്ടും ആരാധനാപരമായ പ്രാധാന്യമുള്ള, അള്ളാഹുവിനുള്ള ഇബാദത്തിന് പ്രാധാന്യം നൽകുന്ന, അതൊരകക്കാമ്പായി നിൽക്കുന്ന ആരാധനയാണ്, ആഘോഷമാണ് ഇസ്ലാമിൻ്റേതെന്നാണ് ഇസ്ലാമിൻ്റെ ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നമ്മളിന്ന് എല്ലാ ഭാഗത്തു നിന്നും തക്ബീറുകൾ ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബി വര്യന്മാർ ഹജ്ജ് സമയത്ത് അവിടെ ടെൻറ്റുകളിലൊക്കെ ഉച്ചത്തിൽ തക്ബീറുകൾ ചൊല്ലിയിരുന്നു. സഹാബി വര്യന്മാർ അവർ നടന്നു പോകുന്ന വഴികളിൽ തക്ബീറുകൾ ചൊല്ലിയിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ആഘോഷത്തിന് വന്നിരുന്നത് ഒരു വഴിയിലൂടെയും തിരിച്ചു പോകുന്നത് മറ്റൊരു വഴിയിലൂടെയുമായിരുന്നു. നടന്നായിരുന്നു റസൂൽ അധികവും വന്നിരുന്നത്. കാരണമായി വിശദീകരിക്കാറുള്ളത്, ഈദിൻ്റെ സന്ദേശം എല്ലായിടത്തും എത്തിക്കാനും എല്ലാവരുമായി സൗഹൃദം പകരാനും പങ്കിടാനുമുള്ള ഒരു അവസരമായിട്ടായിരുന്നു റസൂൽ അത് കണ്ടിരുന്നത്. തക്ബീറുകളാണ്, അല്ലാഹു അക്ബറാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരാശയം.
പെരുന്നാൾ ദിവസം ഈദ്ഗാഹുകളിലേക്ക് മുസല്ലകളിലേക്ക് വരാൻ വേണ്ടി റസൂല് ഋതുമതികളായ സ്ത്രീകളോടുകൂടി നിർദ്ദേശിക്കുകയുണ്ടായി. ആ നിർദ്ദേശത്തിൻ്റെ കൂടെ റസൂൽ പറഞ്ഞ കാരണം നമസ്കാരത്തിൽ നിന്ന് അവർ മാറി നിന്നാലും വിശ്വാസികളുടെ പ്രാർത്ഥനകളിലും തക്ബീറുകളിലും അവർക്ക് പങ്കെടുക്കാൻ കഴിയുമെന്നാണ്. തക്ബീറുകളിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയുമെന്നാണ്. ഈ തക്ബീറാണ് പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. ഖുർആൻ പറയുന്നത്, ഈ നോമ്പിനെ സംബന്ധിച്ച് പെരുന്നാൾ പറഞ്ഞെടുത്ത് പറയുന്നത് ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, അള്ളാഹു നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നതിന് അവനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി, വലുതായി കാണിക്കാൻ വേണ്ടി എന്നതാണ്. എന്താണ് ഈ തക്ബീർ? നമ്മളിങ്ങനെ ചൊല്ലുന്നു, നമ്മൾ ഈദ് ആശംസകളായിട്ട് തക്ബീറുകൾ ചൊല്ലി അയക്കുന്നു. എല്ലായിടത്തും തക്ബീർ മയമാണ്. ഒരുപാട് മേഖലകളിൽ അല്ലാഹു അക്ബർ കാണാം. ബാങ്ക് വിളിക്കുമ്പോൾ, ഇഖാമത്ത് കൊടുക്കുമ്പോൾ, പെരുന്നാൾ ആഘോഷങ്ങളിൽ, നമസ്കാരത്തിലെ ഓരോ ചലനങ്ങളിലും തക്ബീർ കാണാം. ഹജ്ജിൻ്റെ സമയത്ത് ജംറകളിൽ എറിയുന്നിടത്ത് തക്ബീർ കാണാം. അങ്ങനെ എല്ലായിടത്തും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്താണ് അല്ലാഹു അക്ബർ? വളരെ സ്പഷ്ടമായി നമ്മൾ പ്രഖ്യാപിക്കുന്നൊരു കാര്യം, എൻ്റെ ജീവിതത്തിൽ എല്ലാറ്റിനേക്കാളും വലുത്, എല്ലാറ്റിലും വലുത് അല്ലാഹുവാണ് അക്ബർ എന്നതാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളെക്കാളും എനിക്ക് വലുത് അല്ലാഹുവാണ്, അവനാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അക്ബർ എന്ന ആശയമാണ് നമ്മൾ ഉയർത്തി ഉയർത്തി പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ ഒരു ആശയം മനസ്സിൽ ശരിയായി സ്വാധീനിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ച ജീവിതമായി മാറുന്നത്. അള്ളാഹുവാണ് എനിക്ക് അക്ബർ, എല്ലാറ്റിലും വലുത് അള്ളാഹുവാണ് എന്ന് പറയുന്നൊരവസ്ഥ. നിങ്ങൾ നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്ത പലർക്കും പ്രാധാന്യം കയറി വരാറുണ്ട്. മാതാപിതാക്കളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അള്ളാഹുവിൻ്റെ ദീൻ മാറ്റിമറിക്കാറുണ്ട്, തിരിച്ചു മറിച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ദീനിൻ്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഭർത്താവിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മതം അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ് നമ്മൾ. സമൂഹത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മതകാര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട്. അങ്ങനെ പല തലങ്ങളിലും മതം അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. അള്ളാഹുവിൻ്റെ, ഇസ്ലാമിൻ്റെ ആശയം അള്ളാഹുമായി ബന്ധപ്പെട്ടത് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ മറ്റു പലതും അക്ബറാക്കി മാറ്റുന്നു. മറ്റു പലതും നമ്മൾക്ക് അക്ബറായി മാറുകയാണ്. നമ്മൾ എന്നിട്ടും ഇവിടെയൊക്കെ വന്ന് പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നാണ്. ആ പറയുന്നതിൻ്റെ ആന്തരിക അർത്ഥം പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ആശയം പിശാച് തട്ടിയെടുത്തു കൊണ്ടുപോയി. പകരം നമ്മുടെ കയ്യിലിരിക്കുന്നത് അതിൻ്റെ പുറംചട്ട മാത്രമാണ്. ആ തക്ബീറുകളുടെ ശബ്ദം മാത്രമാണ്. അത് അന്തരീക്ഷത്തിൽ ഒരു ശബ്ദം ഉണ്ടാക്കുമെന്നതല്ലാതെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒന്നായി മാറുന്നില്ല. അത് ജീവിതത്തെ സ്വാധീനിക്കണം, അത് ജീവിതത്തെ സ്വാധീനിക്കണം. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഅസ്വാജുകും വഅംവാൽ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വതിജാറത്തുൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. നോക്ക്, അല്ലാഹു എണ്ണി എണ്ണി പറയുക, ഇൻ കാന ആബാഉകും വഅബ്നാഉകും, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹ, പൊളിഞ്ഞു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ചാൽ നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, വമസാകിന തർലൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ താമസ സ്ഥലങ്ങൾ, വീടുകൾ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുന്നുവെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പന, ശിക്ഷയുടെ കൽപ്പന വരുന്നത് നിങ്ങൾ കാത്തിരിക്കുക എന്നാണ്. ഈ വാക്യം വളരെ ഗൗരവമുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ ശരിക്കും നിയന്ത്രിക്കേണ്ട ഒരു കാര്യമാണിത്.
നമ്മൾക്ക് ജീവിതത്തിൽ നമ്മുടെ ഭാര്യയും ഭർത്താവും മക്കളും കുടുംബവും ബന്ധങ്ങളും നമ്മൾ വളരെ ഭംഗിയായി കൊണ്ടു നടക്കുന്ന നമ്മുടെ വീടുകളുണ്ടല്ലോ, താമസ സ്ഥലങ്ങൾ, എത്ര കരുതലോടെയാണ് നമ്മളത് കൊണ്ട് ആ താമസ സ്ഥലങ്ങളും നമ്മളുടെ ഉപജീവനത്തിന് ഉപയോഗിക്കുന്ന വ്യാപാര വ്യവസായ ഇടപാടുകൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ, അള്ളാഹുവിന്റെ ഇഷ്ടത്തേക്കാൾ വലുതായി നമ്മൾക്ക് എപ്പോഴാണോ തോന്നുന്നത്, അതിനാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാമുഖ്യം വരുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയുടെ കൽപ്പന വരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്നാണ് അള്ളാഹു പറയുന്നത്. നമ്മൾ ആലോചിക്കുക, പെരുന്നാൾ ദിവസം നമ്മൾ ചെല്ലുന്ന തക്ബീറുകൾക്ക് അർത്ഥമുണ്ടാകേണ്ടതുണ്ട്. അർത്ഥമില്ലാതെ നഷ്ടപ്പെട്ടു പോകരുത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, നമ്മൾ ഈ ആശയം തന്നെ പ്രഖ്യാപിക്കുകയാണ്. ബലി പെരുന്നാൾ ദിവസം ബലി അറുത്തുകൊണ്ട്, നമ്മുടെ പെരുന്നാളിൻ്റെ പേര് തന്നെയും ബലി അറുക്കുന്ന പെരുന്നാൾ എന്നാണ്. ബലി അറുക്കുകയാണ്. ആ ബലി അറുക്കുക ഉലഹിയ തത്തലഹിയ എന്ന് പറയുന്നതിൻ്റെ ആശയം, വിലപ്പെട്ട സംഗതികൾ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ബലിമൃഗത്തെ അറുക്കുന്നത് പ്രതീകാത്മകമായി നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും വിലപ്പെട്ടത് ജീവിതത്തിൽ, അള്ളാഹുവേ നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ്, നീ പറഞ്ഞാൽ ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയെ ബലി നൽകാൻ സന്നദ്ധനായി. ആ സന്നദ്ധതയാണ് ഒരു ബലിമൃഗത്തെ അറുത്തുകൊണ്ട് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഇത് കപടമായി കൂടാ, പ്രകടനാത്മകമായി കൂടാ, സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പടച്ചവൻ ആവശ്യപ്പെട്ടാൽ, അള്ളാഹു ആവശ്യപ്പെട്ടാൽ നമ്മൾ എന്തും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ബലിമൃഗത്തിന്റെ കഴുത്തിൽ നമ്മൾ കത്തിവെക്കുമ്പോൾ ചെയ്യുന്നത്. അതൊരു ആരാധനയാണ്. മാംസം വിതരണം ചെയ്യാനുള്ള സാധാരണക്കാർക്കും അല്ലാത്തവർക്കും സൗകര്യം പോലെ പോഷക സമൃദ്ധമായ ഒരു ആഹാരം വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി, രണ്ടും സമന്വയിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ് ബലിമൃഗത്തെ അറുക്കുക എന്നത്. നമ്മളുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇപ്പോൾ ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നത് ബലി ഒരു ക്രൂരതയാണ്, കൊടുംക്രൂരതയാണ്, ലക്ഷക്കണക്കിന് മൃഗങ്ങളെയൊക്കെ വെറുതെ അറുത്തു തള്ളുകയാണ് എന്നൊക്കെ ഇങ്ങനെ പരിഹാസാത്മകമായിട്ട് പലരും പറഞ്ഞുവിടാറുണ്ട്. ആ പണം ഉപയോഗിച്ച് മറ്റു സേവനങ്ങൾ ചെയ്തുകൂടെ എന്നൊക്കെ പറയാറുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ കൃത്യമാണ് കാര്യങ്ങളൊക്കെ. ബലി അർപ്പിക്കേണ്ട മേഖലകൾ ബലി അർപ്പിക്കണം. മറ്റു സേവനങ്ങൾ ചെയ്യാൻ ഒരുപാട് മുഖങ്ങൾ ഇസ്ലാം കാണുന്നുണ്ട്. സാധുക്കളെ സംരക്ഷിക്കാൻ, പാവപ്പെട്ടവർക്ക് ആഹാരം ഊട്ടാൻ, മോശമായ മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് ഇസ്ലാം ആചരിക്കാത്ത ആളുകളെ പറ്റി പറയുന്നിടത്ത് അവർ പാവപ്പെട്ട ആളുകൾക്ക് അന്നം ഊട്ടാൻ, ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നു പോലും, കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനുള്ള സംവിധാനം ഒരുക്കാൻ പോലും സഹകരിക്കുന്നില്ല എന്ന് പോലും ആക്ഷേപിക്കുന്നുണ്ട്. ആ രൂപത്തിൽ ആ കാര്യങ്ങളൊക്കെ ഇസ്ലാം കാണുന്നുണ്ട്. ആ കൂട്ടത്തിലൊരു ആഹാരത്തിൻ്റെയും ആരാധനയുടെയും സമന്വയിച്ച് നിൽക്കുന്ന രൂപമാണ് ബലി അറുക്കുക എന്നുള്ളത്. അത് അള്ളാഹുവിനുള്ള സമർപ്പണമാണ്, അതോടൊപ്പം തന്നെ ആരാധനയുമാണ്, അതോടൊപ്പം സാധാരണക്കാരായ ആളുകൾക്ക്, സഹജീവികൾക്കൊക്കെ ഭക്ഷണം വിതരണം ചെയ്യാനുള്ള സംവിധാനമാണ്. ഹജ്ജ് സമയത്ത് 25 ലക്ഷത്തോളം ബലിമൃഗങ്ങളെ ഈ 3 ദിവസങ്ങളിൽ 4 ദിവസങ്ങളിലായിട്ട് 10, 11, 12, 13 ദിവസങ്ങളിലായിട്ട് ബലി നൽകുന്നുണ്ട്. അതൊക്കെ ആഹാരമായിട്ട് ലോകത്തിൻ്റെ പട്ടിണി കിടക്കുന്ന ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹാജിമാരൊക്കെ അറുക്കുന്നത് അതൊക്കെ ആഹാരമാണ്, നല്ല പോഷക സമൃദ്ധമായ ആഹാരമാണ്. മാംസം നല്ല പോഷക സമൃദ്ധമായ ആഹാരം തന്നെയാണ്. അതിനെപ്പറ്റി പഠിച്ചവരൊക്കെ അതാണ് പറഞ്ഞു തരുന്നത്. മനുഷ്യ ശരീരഘടന അതുകൂടി ആഹരിക്കാവുന്ന രൂപത്തിലാണ് അവൻ്റെ ദന്ത സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അതും വളരെ പ്രത്യേകമായ ഒരു ആശയം തന്നെയാണ്. അത് ഈ ബലി പെരുന്നാൾ ദിവസം നമ്മൾ നിർവഹിക്കുന്നൊരു കാര്യമാണ്. ഇനി ബാക്കി നിൽക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ല, കൂടെ മകൻ ഇസ്മായിലുണ്ട്, ആ ഇസ്മായിലിൻ്റെ മാതാവ് ഹാജറുമുണ്ട്. ഒരു കുടുംബം ഏതാണ്ട് 4000 വർഷം പഴക്കം മുമ്പ് ജീവിച്ച, ഇറാഖിൽ ജീവിച്ച, മക്കയിലേക്ക് പിന്നീട് കുടിയേറി വന്ന ഒരു കുടുംബത്തിൻ്റെ ചരിത്രം
നമ്മളിങ്ങനെ അനുസ്മരിക്കുകയാണ്. ഇബ്രാഹീമിനെയും ഭാര്യ ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും. എന്താണ് ആ അനുസ്മരണത്തിന് മാത്രമുള്ള യോഗ്യത? ഒരുപാട് കാരണങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിം എന്ന് പറയുന്ന പിതാവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇബ്രാഹിം എന്ന് പറയുന്ന മകനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇബ്രാഹിം എന്ന് പറയുന്ന പ്രബോധകനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇബ്രാഹിം എന്ന് പറയുന്ന ആദർശത്തിൻ്റെയും തൗഹീദിൻ്റെയും കാര്യത്തിൽ ഒരു ദാക്ഷിണ്യവും കാണിക്കാത്ത ധീരനായ പോരാളിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ ആളുകൾക്ക് വേണ്ടി അള്ളാഹുവോട് തർക്കിച്ച് ന്യായവാദം നടത്തുന്ന ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള ഒരു ഇബ്രാഹിം നബിയെ അനുസ്മരിക്കുകയാണ് നമ്മൾ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവോട് തർക്കിക്കുന്നുണ്ട്, ശിക്ഷിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊക്കെയുള്ള ഇബ്രാഹിം നബി അനുസ്മരിക്കുന്നു. ആ ഇബ്രാഹിം നബിയുടെ അനുസ്മരണമായി വരുന്നതാണ് കഅബാലയം പുതുക്കി പണിത സംഭവം. അതോടൊപ്പം ഹജ്ജിനുള്ള രണ്ടാമത്തെ ഹജ്ജിനുള്ള വിളംബരം, അതുപോലെ ഒരുപാട് സംഭവം. ഹാജറുമായി ബന്ധപ്പെട്ടതാണ് സഫാ മറുവക്കിടയിലെ സഴിയിൻ്റെ സംഭവം. നമ്മൾ നടത്തുന്ന ബലി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇബ്രാഹിമും ഇസ്മായിലും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച സംഭവം. ഇതൊക്കെ നമ്മൾ അനുസ്മരിക്കുന്നു. ചരിത്രമാണ്, സംഭവമാണ്, കഥയല്ല. അതങ്ങനെ തന്നെ നമ്മൾ അനുസ്മരിക്കുന്നു. അത് ഓരോ വർഷവും ആ സ്മരണ നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ ഈമാൻ മങ്ങിപ്പോവാതെ പച്ച പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഈ സംഭവങ്ങൾ നമ്മൾ അനുസ്മരിക്കുന്നത്. അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഹജ്ജിൽ ആവർത്തിക്കുന്നു. നാട്ടിൽ നിൽക്കുന്നവരും ഹജ്ജിലുള്ളവരും ഒരുപോലെ ബലിയിലൂടെയും അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ പ്രഖ്യാപനം നമ്മൾ ഉണ്ടാക്കണം. ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞു, ഖലാസ്ലിം, ഇബ്രാഹിം നീ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക. അസ്ലംതു ലി റബ്ബിൽ ആലമീൻ. അദ്ദേഹം പറഞ്ഞത് ഞാനിതാ റബ്ബുൽ ആലമീൻ എന്നെ പൂർണ്ണമായി സർവാത്മനാ സമർപ്പിച്ചിരിക്കുന്ന. അസ്ലംതു ലി റബ്ബിൽ ആലമീൻ. നമ്മൾ ഈ ബലി പെരുന്നാൾ ദിവസം ഇബ്രാഹിം നബി പറഞ്ഞ വാക്യം അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ഞാനിതാ സർവാത്മനാ റബ്ബുൽ ആലമീൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന ആ പ്രതിജ്ഞയുണ്ടല്ലോ, അത് നമ്മൾ ഈ ദിവസം പുതുക്കുക. നമ്മൾ പുതുക്കേണ്ട പ്രതിജ്ഞ അതാണ്. അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് ഞാനിതാ എൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു. വജ്ജഹ്തു വജ്ഹി, ഇബ്രാഹിം നബിയുടെ വാക്ക് തന്നെയാണത്. എൻ്റെ മുഖം ഈ സർവ്വലോക രക്ഷിതാവിൻ്റെ നേരെ തിരിഞ്ഞു നിൽക്കുക. എൻ്റെ ജീവിതവും മരണവും ഒക്കെ റബ്ബേ നിനക്ക് വേണ്ടി മാത്രമാണ്. അതാണ് നമ്മളുടെ ഈ ദിവസം നമ്മൾ പുതുക്കേണ്ട ഒരു പ്രതിജ്ഞ. മറ്റൊന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞൊരു വാക്യത്തിൻ്റെ ആശയമുണ്ട്. തല്ലാഹി ലഅഖീദന്ന അസ്നാമക്കും ബഅദൻ തുവല്ലു മുദ്ബിരീൻ. നിങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ ഉണ്ടല്ലോ, അവക്കെതിരെ ഞാനൊരു തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വിശ്വാസങ്ങൾക്കെതിരെ ഇബ്രാഹിം സ്വീകരിച്ചൊരു നിലപാടുണ്ട്. അതും നമ്മൾ പടച്ചവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം നബി പറഞ്ഞത്. ആ പ്രതിജ്ഞ നമ്മൾ പുതുക്കണം. ഷിർക്കിനെതിരെ, ബഹുദൈവാരാധനക്കെതിരെ ശക്തമായ പോരാട്ടം, യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത പോരാട്ടവും നമ്മൾ നടത്തേണ്ട ഒരു സംഗതിയാണ്. അത് നമ്മൾ പുതുക്കേണ്ട പ്രതിജ്ഞ തന്നെയാണ്. ഇതൊക്കെ ഈ പെരുന്നാൾ ദിവസം നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നു നമ്മൾ. കേരളത്തിലെല്ലാവരും അങ്ങനെയാണ്. അറബ് രാജ്യങ്ങളിലൊക്കെ ഇന്നലെയായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോലെ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാത്തവർ മുസ്ലിം ലോകത്ത് പലയിടങ്ങളിലുമുണ്ട്. നല്ല പ്രയാസവും ദാരിദ്ര്യവും അനുഭവിക്കുന്നവരുണ്ട്. നമ്മൾ സാമാന്യേനെ സുഭിക്ഷമായിട്ട് ആഹരിക്കുന്നവരും ഉടുക്കുന്നവരുമൊക്കെയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ ആപേക്ഷികമായും സാമാന്യമായിട്ടും വളരെ മെച്ചപ്പെട്ട അവസ്ഥയിൽ ജീവിക്കും. പല കാരണങ്ങളാൽ മെച്ചപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. ഇതിനൊന്നും സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ആളുകളെ നമ്മൾ ഓർക്കുകയും നമ്മൾ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദി പറയുകയും അവരോടൊക്കെ ചെയ്യാവുന്ന സഹകരണങ്ങൾ നടത്തുകയും ചെയ്യും. ലോകാടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിങ്ങൾ പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ് ഗസയിലെ, ഫലസ്തീനിലെ സംഭവം. എല്ലാ ധാർമ്മിക നിയമങ്ങളെയും ധാർമ്മിക മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒട്ടും പരിഗണിക്കാതെ ലോകത്തിൻ്റെ എല്ലാ നിയമവ്യവസ്ഥയും ലംഘിച്ചുകൊണ്ട് അതിക്രൂരമായി
പിഞ്ചു മക്കളെ ദാക്ഷിണ്യമേതുമില്ലാതെ കൊന്നു കളയുന്ന ക്രൂരത ലോകം കണ്ടു നിൽക്കുകയാണ്. നമ്മൾക്ക് പ്രാർത്ഥിക്കാനേ ഇവിടെ നിന്ന് കഴിയൂ. നമ്മുടെ പ്രാർത്ഥനകളിൽ ഔപചാരികമായിട്ടല്ല, ഒറ്റയ്ക്കിരുന്ന് നടത്തുന്ന പ്രാർത്ഥനകളിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും മക്കൾക്കും വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യം അവർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി നമ്മളുടെ പ്രാർത്ഥന നിർബന്ധമായിട്ടും വേണം. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന അതാണ്. അള്ളാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങളായ ഗസയിലെ മുസ്ലിങ്ങളായ പുരുഷന്മാരും സ്ത്രീകളും മക്കളുമൊക്കെയുണ്ട്. അവർക്ക് സമാധാന ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ഏറ്റവും നേരത്തെ നീ അവസരം നൽകി അനുഗ്രഹിക്കുമാറാകണേ നാഥ. നമ്മളെല്ലാവരും അത് ഒറ്റക്കും പ്രാർത്ഥിക്കുക. മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കാനുള്ളത്, പെരുന്നാൾ ദിവസമാണ്, ആഘോഷിക്കാൻ നമ്മൾക്ക് അവസരമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ അത് ആഘോഷിച്ചും നമ്മൾക്ക് കാണിച്ചു തന്നതാണ്. നമ്മുടെ നാട്ടിൽ ആഘോഷം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വളരെ അപകടകരമായൊരവസ്ഥയിലേക്ക് പോവുകയാണ്. സാധാരണ നല്ല മനുഷ്യരായി ജീവിക്കുന്ന നമ്മുടെ യുവാക്കളൊക്കെ, പള്ളിയിൽ വരുന്ന അത്യാവശ്യം ദീൻ്റെ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾ ഒരൊറ്റ പെരുന്നാൾ ദിവസത്തെ ആഘോഷം കൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് റൂട്ട് മാറിപ്പോവും. പുതിയ സൗഹൃദം, പുതിയ ആഘോഷ രീതികളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. ആ മേഖലയിലേക്കൊക്കെ തിരിഞ്ഞു പോകും. നല്ല ജാഗ്രത പുലർത്തുക. ഓർമ്മിപ്പിക്കാനുള്ളത്, ആഘോഷത്തിൻ്റെ പേരിൽ അല്ലാത്ത പേരിലും പെരുന്നാൾ ദിവസം ഒരു നിർബന്ധമായ കർമ്മവും നമ്മൾക്ക് ഒഴിവാകില്ല. ഇന്ന് എല്ലാ നിർബന്ധവും ഇന്ന് നിർബന്ധം തന്നെയാണ്. അതൊന്നും പെരുന്നാളിൻ്റെ പേരിൽ ഒഴിവാകില്ല. ഒരൊറ്റ ഹറാമും ഇന്ന് ഹലാലാവില്ല. എല്ലാ ഹറാമും ഇന്നും ഹറാമ് തന്നെയാണ്. ആകെ കൂടി നമ്മൾക്ക് കിട്ടുന്നൊരു കാര്യം, ഹലാലുകൾ ഉദാരമായ മേഖലയാണ്. ആ മേഖല ഒന്നുകൂടി വിശാലമായി കിട്ടുമെന്നല്ലാതെ ഒരു ഹറാമും ഇന്ന് ഹലാലല്ല. ഇസ്ലാമിലെ ഹറാം ഇന്നും ഹറാമ് തന്നെയാണ്. എല്ലാ വാജിബുകളും നിർബന്ധങ്ങളും ഇന്നും നിർബന്ധം തന്നെയാണ്. നമസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. ഹറാമായ ഒന്നിലേക്കും പോകാൻ പറ്റില്ല. ഒന്നും വിശദീകരിക്കേണ്ടതില്ല. ഒക്കെ എല്ലാവർക്കും അറിയാം. അതൊക്കെ നല്ല ജാഗ്രത, ശ്രദ്ധ പുലർത്തുക. ഇസ്ലാമിൻ്റെ സംസ്കാരം ചോർന്നു പോകാതെ പെരുന്നാൾ ആഘോഷിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, കുടുംബ ബന്ധം ചേർക്കാനും സൗഹൃദം ചേർക്കാനും ഒക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അത് വീണ്ടും വീണ്ടും വിപുലീകരിക്കേണ്ട ഒരു കാലം, വിശദമായി ആലോചിക്കേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത്. ബന്ധങ്ങളുടെ പവിത്രതയും വിശുദ്ധിയും ഒക്കെ കൊണ്ടു നടക്കുക, സൂക്ഷിക്കുക. പരസ്പരം പുഞ്ചിരിച്ചും സഹകരിച്ചും സലാം പറഞ്ഞും തെക്കിബീർ മുഴക്കിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സൗഹൃദങ്ങൾ പുലർത്തി ഒരു നല്ല ഈടുറ്റ കെട്ടുറപ്പുള്ളൊരു സമൂഹവും കുടുംബവും ഒക്കെ ആയി മാറാൻ നമ്മൾ ശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു അവൻ്റെ അങ്ങേയറ്റത്തെ ഔദാര്യവും മഹത്വവും കാരുണ്യവും കൊണ്ട് നമ്മൾക്കെല്ലാവർക്കും അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല വിശ്വാസവും ആരാധനയും ഒക്കെ നിലനിർത്തി നല്ല കെട്ടുറപ്പുള്ള കുടുംബമായി ജീവിക്കാനും ഇസ്ലാമിക സംസ്കാരം പുലർത്തുന്ന കുടുംബമായി ജീവിക്കാനും ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഹാജറിൻ്റെയും ഒക്കെ ചരിത്രം അനുസ്മരിച്ചുകൊണ്ട് അതുപോലെ ദീനുള്ള അച്ചടക്കമുള്ള കുടുംബമായി ജീവിക്കാനും അള്ളാഹു നീ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണേ. ഇസ്ലാമിക സമൂഹം ഇന്ത്യ രാജ്യത്ത് പല വിധത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതി. സാമൂഹ്യ രാഷ്ട്രീയ മേഖല അല്ലാത്ത മേഖലകളിലൊക്കെ ഉണ്ട്. ആ വെല്ലുവിളികളിലൊക്കെ ഇസ്ലാമിക സമൂഹത്തിന് ഒന്നായി നിന്നുകൊണ്ട് ഇസ്ലാമിക ആശയങ്ങൾക്ക് വേണ്ടി പിടിച്ചു നിൽക്കാൻ പടച്ച തമ്പുരാൻ നമ്മൾക്കൊക്കെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നമ്മളുടെ പെരുന്നാൾ ആഘോഷ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായ പലരൊന്നും ഉണ്ടാവില്ല. നമ്മുടെ വീടുകളിലൊക്കെ തന്നെ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു ചേർന്നതുണ്ടാവും. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകൾ, അവർക്കൊക്കെ രോഗം ഭേദമാക്കി മെച്ചപ്പെട്ട അവസ്ഥ നീ നൽകണേ നാഥ. മരിച്ചുപോയ നമ്മളുടെ മുതിർന്ന ആളുകൾ അല്ലാത്തവരുമൊക്കെ അവർക്കൊക്കെ സ്വർഗം നൽകി നീ അനുഗ്രഹിക്കുമാറാകണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة
വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.